ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ആർമിക്ക് കെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ നിന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പീരിയോഡിക് ടേബിൾ. ഇതിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഓൾ ദ എലമെന്റ്സ് ഇൻ എ ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഹാവ് ദ സെയിം. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് വേണം ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട്. ഇവിടെ ചോദിച്ചേക്കെന്ന് പറഞ്ഞ ഇതാണ്: ഒരു ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് അല്ലെ, ഒരേ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. എന്താണ് ഇതിൽ തന്നിരിക്കുന്ന 4 ഓപ്ഷനകത്ത് ഏതോ ഒരെണ്ണം സെയിം ആയിട്ടാണ് ഗ്രൂപ്പിനകത്ത് കാണപ്പെടുക. അത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അറ്റോമിക് നമ്പർ, ഓപ്ഷൻ ബി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓപ്ഷൻ സി അറ്റോമിക് വെയിറ്റ്, ഓപ്ഷൻ ഡി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ഷെൽ. നമുക്കിനി ഓരോ ഓപ്ഷൻസ് ആയിട്ട് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ അറ്റോമിക് നമ്പർ. ഓരോ എലമെന്റും ഏതൊരു ഗ്രൂപ്പ് ആണെങ്കിലും പീരീഡ് ആണെങ്കിലും എടുത്തേക്കുക, അതിനകത്തുള്ള ഓരോ എലമെന്റ്സിനും പ്രത്യേകം അറ്റോമിക് നമ്പേഴ്സ്. അന്നേരം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി അടുത്ത് നോക്കൂ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ലൈക്ക് അല്ലെ. നമുക്കറിയാം അറ്റോമിക് നമ്പർ വ്യത്യാസമാകുമ്പോൾ അതിനകത്തുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. ഇതും തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ് അല്ലെ. ഓപ്ഷൻ സി എന്താണ്? അറ്റോമിക് വെയിറ്റ്. എന്താണ് അറ്റോമിക് വെയിറ്റ്? ഓരോ എലമെന്റിന്റെ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എന്താണ് പറഞ്ഞേക്കാം? പീരിയോഡിക് ടേബിളില് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൽക്കലി മെറ്റൽസ് ആണ്. ഈ ആൽക്കലി മെറ്റൽസ് ഗ്രൂപ്പ് നമ്പേഴ്സ് എടുത്ത് അല്ലെ ഗ്രൂപ്പിൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തുള്ള എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇലക്ട്രോൺ എത്ര ആയിരിക്കും? 1 ആയിരിക്കും അല്ലെ. ഏതൊരു എലമെന്റ്സിന്റെ എടുത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാലും അതിന്റെ വാലൻസ് ഷെല്ലിനകത്ത് കാണപ്പെടുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എന്തായിരിക്കും? 1 ആയിരിക്കും. അതുകൊണ്ട് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലെ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ഷെൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലോങ്സ്റ്റ് പീരീഡ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ 7 പീരീഡ് ഉണ്ട്. ഈ 7 പീരീഡിലും ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള പീരീഡ് ആണ് നമ്മുടെ ചോദിച്ചേക്കാം. ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ 7th, ഓപ്ഷൻ ബി 6th, ഓപ്ഷൻ സി 5th, ഓപ്ഷൻ ഡി 4th. 7 പീരീഡ്സ് ആണ് നമുക്കുള്ളതിൽ. അതിൽ ഏറ്റവും വലിയ പീരീഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡ് ഏതാണെന്നാണ്. ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏത്? ഒന്നാമത്തതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡ് അല്ലെ. റീസൺ എന്താണ്? അതിനകത്ത് ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് അതിന് ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന് അറിയപ്പെടുക. ലോങ്സ്റ്റ് പീരീഡ് 6th ആണ്. അതിനകത്തുള്ള എലമെന്റ്സിന്റെ എണ്ണം എത്രയാണ്? 32 എലമെന്റ്സ് ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ മോഡേൺ പീരിയോഡിക് ലോ ബേസ്ഡ് ഓൺ അല്ലെ. പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തേക്കുക ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അതും ഏത് പീരിയോഡിക് ടേബിൾ ആണ് അല്ലെങ്കിൽ ഏത് ലോ ആണ് പറയുക? മോഡേൺ പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ലോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്തേക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അറ്റോമിക് മാസ്, ഓപ്ഷൻ ബി അറ്റോമിക് നമ്പർ, ദെൻ ഓപ്ഷൻ സി അറ്റോമിക് വോളിയം, ദെൻ ഓപ്ഷൻ ഡി അറ്റോമിക് റേഡിയസ്. ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക? ഏതായിരിക്കും? ഓപ്ഷൻ ബി അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് മോഡേൺ പീരിയോഡിക് ലോ അറേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. ക്ലിയർ ആണോ? 3 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സസ് ആണ് അഗ്നിവീർ GD ട്രേഡ്സ്മാൻ, അഗ്നിവീർ ഓഫീസ് അസിസ്റ്റന്റ് ടെക്, ഇന്ത്യൻ ആർമി നഴ്സിംഗ് അസിസ്റ്റന്റ്, നേവി SSR MR, കോസ്റ്റ് ഗാർഡ് DB ആൻഡ് GD, CISF കോൺസ്റ്റബിൾ ആൻഡ് ഫയർമാൻ, ആസാൻ റൈഫിൾസ്. ഇത്രയും കോഴ്സസ് നമ്മുടെ അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഹാസ് സീറോ വാലൻസി അല്ലെ. താഴെ 4 എലമെന്റ്സിന്റെ പേര് തന്നിട്ടുണ്ട്. ഈ 4 എലമെന്റ്സിൽ ഏതാണ് സീറോ വാലൻസി ഉള്ള എലമെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലിഥിയം, ഓപ്ഷൻ ബി ബെർലിയം, ഓപ്ഷൻ സി ഹീലിയം, ദെൻ ഓപ്ഷൻ ഡി ഫ്ലൂറിൻ. ഈ 4 എണ്ണത്തിൽ ഏതിനായിരിക്കും കുറവ് വാലൻസി ഉള്ളത്? ഏതായിരിക്കും അല്ലെങ്കിൽ സീറോ വാലൻസി ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. എന്താണ്? ഒരു നോബിൾ ഗ്യാസ് ആണ് കേട്ടോ. ഒരു നോബിൾ ഗ്യാസ് ആണ്. എന്താണ്? അലസവാതകമാണ്. ഇതെന്ത് ചെയ്യത്തില്ല? പെട്ടെന്നൊരു റിയാക്ഷനിലും പങ്കെടുക്കത്തില്ല. അതുകൊണ്ട് എന്താണ് സീറോ വാലൻസി ഉള്ള എലമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്?
ഹീലിയം ആണ് കറക്റ്റ് ആൻസർ. കിട്ടിയല്ലോ. 4th ക്വസ്റ്റ്യൻസും ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് നോൺ മെറ്റൽ എലമെന്റ് ബ്രോമിൻ? അല്ലെ, നോർമൽ ആയിട്ട് നോൺ മെറ്റൽ ആയിട്ടുള്ള ബ്രോമിൻ ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുക, അല്ലെങ്കിൽ ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലാണ് കാണപ്പെടുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പ്ലാസ്മ സ്റ്റേറ്റ്, ഓപ്ഷൻ ബി ലിക്വിഡ് സ്റ്റേറ്റ്, ഓപ്ഷൻ സി ഗേഷ്യസ് സ്റ്റേറ്റ്, ദെൻ ഓപ്ഷൻ ഡി സോളിഡ് സ്റ്റേറ്റ്. ഈ 4 സ്റ്റേറ്റിൽ ഏത് സ്റ്റേറ്റിലായിരിക്കും ബ്രോമിൻ കാണപ്പെടുക? ഏതാണ്? ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും കാണപ്പെടുക. ഏതാണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ് കറക്റ്റ് ആൻസർ. നോക്കി, ഇതിൽ നിന്നും ചോദിക്കാൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അല്ലെ, ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ബ്രോമിൻ ആണ്. അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് മെർക്കുറി ആണ്. ക്ലിയർ ആണോ? ഈ 2 എലമെന്റ്സിനെ പറയുമ്പോൾ നമുക്ക് ഓരോ എലമെന്റ്സിനോട് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് പറയണം. ഏതാണ്? ഗാലിയം. എന്താണ് ഗാലിയത്തിന്റെ പ്രത്യേകത? നോർമലി അത് സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുക എങ്കിലും ഒരു ടെമ്പറേച്ചർ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്, അല്ലെ, നമ്മുടെ കയ്യിൽ വെള്ളയിലോ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആയിട്ടോ കോണ്ടാക്ട് വരികയാണെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്ന എലമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഗാലിയമാണ്. ഈ 3 ക്വസ്റ്റ്യൻസും തിരിഞ്ഞു പോകരുത്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെ. ഇതൂടെ പഠിക്കുമ്പോൾ നമ്മൾ വേറെ 2 മെറ്റൽസിനെ കുറിച്ചുകൂടെ പഠിക്കണം. അത് ചോദിച്ചാൽ ഏതാണ്? പൊട്ടാസ്യം ആൻഡ് സോഡിയം. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് രണ്ടും എന്താണ്? സോഫ്റ്റ് മെറ്റൽസ് ആണ് കേട്ടോ. ഇത് രണ്ടും എന്താണ്? സോഫ്റ്റ് മെറ്റൽസ് ആണ്. ക്ലിയർ ആണോ? 5ാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ പീരിയോഡിക് ടേബിൾ ഓൾ ദ നോൺ മെറ്റൽസ് ആർ പ്ലേസ്ഡ് അണ്ടർ വിച്ച് ഓഫ് ദ ബ്ലോക്ക്? അല്ലെ, ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് നോൺ മെറ്റൽസ് കാണപ്പെടുന്നത് ഏത് ബ്ലോക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എഫ് ബ്ലോക്ക്, ഓപ്ഷൻ ബി ഡി ബ്ലോക്ക്, ഓപ്ഷൻ സി പി ബ്ലോക്ക്, ദെൻ ഓപ്ഷൻ ഡി എസ് ബ്ലോക്ക്. ഏത് ബ്ലോക്കിലായിരിക്കും നോൺ മെറ്റൽസ് കൂടുതലായിട്ട് കാണപ്പെടുക, അല്ലെങ്കിൽ നോൺ മെറ്റൽസ് കാണപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ സി, അല്ലെങ്കിൽ എന്താണ്? പി ബ്ലോക്കിലാണ് കേട്ടോ. ഇനി നോക്കിയേ, എസ് ബ്ലോക്കിൽ കാണപ്പെടുന്ന ഏതൊക്കെയാണ്? ഫസ്റ്റ് ഗ്രൂപ്പായ ആൽക്കലി മെറ്റൽസും സെക്കൻഡ് ഗ്രൂപ്പായ ആൽക്കലി എർത്ത് മെറ്റൽസും, അല്ലെ, ഇവ കാണപ്പെടുന്നത് ഏത് ബ്ലോക്കിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് എസ് ബ്ലോക്ക് ആണ്. എസ് കഴിഞ്ഞു, പി കഴിഞ്ഞു. ഇനി എഫ് ബ്ലോക്കും ഉണ്ട്, ഡി ബ്ലോക്കും ഉണ്ട്. എഫ് ബ്ലോക്കിൽ കാണപ്പെടുന്ന എലമെന്റ്സ് ഏതാണ്? ഏതാണ് എഫ് ബ്ലോക്കിൽ കാണപ്പെടുന്ന എലമെന്റ്സ്? ഏതാണ്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് എഫ് ബ്ലോക്കിൽ കാണപ്പെടുന്ന എലമെന്റ്സ്, അല്ലെ. ഡി ബ്ലോക്കിൽ കാണപ്പെടുന്ന എലമെന്റ്സ് ചോദ്യമെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഉത്തരം എന്തായിരിക്കും? അതായത് പീരിയോഡിക് ടേബിളില് 3 തൊട്ട് 12 വരെയുള്ള ഗ്രൂപ്പ് എലമെന്റ്സിനെ കോമൺ ആയിട്ട് ഏത് ബ്ലോക്കിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് കേട്ടോ. ക്ലിയർ ആണോ? 6ാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ പീരീഡ് ദ എലമെന്റ് വിത്ത് ലീസ്റ്റ് അറ്റോമിക് സൈസ്, അല്ലെ, പീരീഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് അറ്റോമിക് സൈസ് ഉള്ളത് ഏതിനാണ്? ഓപ്ഷൻ എ ആൽക്കലി മെറ്റൽ, ഓപ്ഷൻ ബി ഹാലജൻ, ഓപ്ഷൻ സി ഇനേർട്ട് ഗ്യാസ്, ദെൻ ഓപ്ഷൻ ഡി ചാൽക്കോജൻസ്. ഏതിനായിരിക്കും അറ്റോമിക് സൈസ് ഏറ്റവും കുറവെന്ന് പറയുക? പീരിയോഡിക് ടേബിളിൽ പീരീഡിൽ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ്, എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുകയാണ്? ആറ്റം സൈസ് ഡിക്രീസ് ചെയ്യുകയാണ്, അല്ലെ. ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുകയാണ്? നല്ല രീതിയിൽ എന്ത് ചെയ്യുകയാണ്? കുറയുകയാണ് ചെയ്യുക, അല്ലെ. ഈ ആറ്റോമിക് സൈസ് കുറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? പീരിയോഡിക് ടേബിളിൽ ടോപ്പിൽ നിന്ന് താഴോട്ട്, അതായത് ഗ്രൂപ്പിലും മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുകയാണ്? കൂടിക്കൊണ്ടുവരികയാണ് കേട്ടോ. എന്താണ്? ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുകയാണ്? വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് ടു റൈറ്റ് പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് ടു റൈറ്റ് പീരീഡിൽ പോവുകയാണെങ്കിൽ എന്ത് പറയാം? ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുകയാണ്? കുറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് സൈസ് കാണപ്പെടുന്ന ഏതിനാണ്? ഓപ്ഷൻ ബി ഹാലജൻസിനാണ് കേട്ടോ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഹാലജൻ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഏറ്റവും ലാസ്റ്റ് ആണ് ഹാലജൻ വരിക. ഇനേർട്ട് ഗ്യാസസും കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? ഹാലജൻസ് വരിക. അതുകൊണ്ട് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ബ്ലോക്ക് ഇൻ വിച്ച് മെറ്റൽസ്, മെറ്റലോയിഡ്സ്, നോൺ മെറ്റൽസ് ആൻഡ് ഇനേർട്ട് ഗ്യാസസ് ഓൾ ആർ പ്രസന്റ്. ഏത് ബ്ലോക്കിലാണ് നോൺ മെറ്റൽസ്, പിന്നെ ഏതാണ് മെറ്റൽസ്, മെറ്റലോയിഡ്സ്, ഇനേർട്ട് ഗ്യാസസ് എല്ലാം കാണപ്പെടുന്ന കോമൺ ആയിട്ടുള്ള ബ്ലോക്ക് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ എ എസ് ബ്ലോക്ക്, ഓപ്ഷൻ ബി പി ബ്ലോക്ക്,
ഓപ്ഷൻ സി ഡി ബ്ലോക്ക്, ദെൻ ഓപ്ഷൻ ഡി എഫ് ബ്ലോക്ക്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഏതായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യുക? ഓപ്ഷൻ ബി പി ബ്ലോക്ക് ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പീരിയോഡിക് പ്രോപ്പർട്ടി? അല്ലെ, ഈ 4 ഓപ്ഷനകത്ത് ഏതാണ് പീരിയോഡിക് പ്രോപ്പർട്ടി അല്ലാത്തതെന്നാണ്? ഓപ്ഷൻ എ ഡെൻസിറ്റി, ഓപ്ഷൻ ബി അറ്റോമിക് റേഡിയസ്, ഓപ്ഷൻ സി അറ്റോമിക് വോളിയം, ദെൻ ഓപ്ഷൻ ഡി അയണൈസേഷൻ പൊട്ടൻഷ്യൽ. ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും? നമുക്കറിയാം പീരിയോഡിക് ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഒരു ആറ്റത്തിന്റെ റേഡിയസ് അല്ലേ. ആറ്റത്തിന്റെ റേഡിയസ് എന്താണ്? അല്ലെങ്കിൽ ഒരു ആറ്റമായിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണ് അറ്റോമിക് റേഡിയസ്. അതുപോലെ തന്നെ അറ്റോമിക് വോളിയം എന്താണ്? ആറ്റത്തിന്റെ സൈസുമായിട്ട് റിലേറ്റഡ് ആണ്. അയണൈസേഷൻ പൊട്ടൻഷ്യലും എന്താണ്? പീരിയോഡിക് ടേബിളുമായിട്ട് അല്ലെങ്കിൽ പീരിയോഡിക് പ്രോപ്പർട്ടിയിൽ ഉള്ളതാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഡെൻസിറ്റി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് എലമെന്റ് ഈസ് ദ ലൈറ്റസ്റ്റ് നോബിൾ ഗ്യാസ്? അല്ലെ, തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള നോബിൾ ഗ്യാസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹീലിയം, ഓപ്ഷൻ ബി നിയോൺ, ഓപ്ഷൻ സി ആർഗൺ, ദെൻ ഓപ്ഷൻ ഡി ക്രിപ്റ്റോൺ. അല്ലെ, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? നോബിൾ ഗ്യാസസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. നോബിൾ ഗ്യാസസിന് എക്സാമ്പിൾ ആണ്. ഈ നോബിൾ ഗ്യാസസിനകത്ത് ഏറ്റവും ലൈറ്റസ്റ്റ് അല്ലെ വെയിറ്റ് കുറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ എ ഹീലിയം ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ഹീലിയം ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ എലമെന്റ് വിത്ത് ദ ഹയസ്റ്റ് അറ്റോമിക് നമ്പർ. താഴെ തന്നിരിക്കുന്ന എലമെന്റ്സിനകത്ത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ യുറേനിയം, ഓപ്ഷൻ ബി നെപ്റ്റ്യൂണിയം, ഓപ്ഷൻ സി പ്ലൂട്ടോണിയം, ദെൻ ഓപ്ഷൻ ഡി കാലിഫോർണിയം. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഇതാണ് അറ്റോമിക് നമ്പർ 92 ഉള്ള യുറേനിയം ആണ് എന്ന് പറയുക ഇതിന്റെ കറക്റ്റ് ആൻസർ. അല്ലേ, ഹെവിയസ്റ്റ് ആണ് കേട്ടോ. ഹെവിയസ്റ്റ് എലമെന്റ് ആണ്. ഹെവിയസ്റ്റ് എലമെന്റ് ആണ് എന്ന് പറയുക യുറേനിയം എന്നറിയപ്പെടുക. നാച്ചുറലി ഒക്കറിംഗ് എലമെന്റ് ആണ് കേട്ടോ. നാച്ചുറലി ഒക്കറിംഗ് എലമെന്റ് ആണ് എന്തെന്നറിയപ്പെടുക? യുറേനിയം എന്ന് അറിയപ്പെടുക. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSR എന്നുള്ള ടെലിഗ്രാം ചാനൽ. ഡെയിലി മോക്ക് ടെസ്റ്റുകളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഈ ഒരു ടെലിഗ്രാം ചാനലിലൂടെയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിനകത്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് ഓൺ ദി. അല്ലെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തേക്കുക അല്ലെങ്കിൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സൈസ് ഓഫ് ആറ്റം, ഓപ്ഷൻ ബി സൈസ് ഓഫ് പ്രോട്ടോൺ, ഓപ്ഷൻ സി സൈസ് ഓഫ് ന്യൂട്രോൺ, ദെൻ ഓപ്ഷൻ ഡി നമ്പർ ഓഫ് ഇലക്ട്രോൺ. അല്ലെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ്. കെമിക്കൽ പ്രോപ്പർട്ടി ആണെങ്കിൽ എന്താണ്? കെമിക്കൽ പ്രോപ്പർട്ടി ആണെങ്കിൽ എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ വാലൻസ് ഷെല്ലിനകത്ത് കാണപ്പെടുന്ന ഇലക്ട്രോൺസിനെ അനുസരിച്ചായിരിക്കും അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് ഓൺ എന്ന് വെച്ചാൽ ഏതാണ്? ആറ്റത്തിന്റെ സൈസ് ആണ്. തന്നിരിക്കുന്ന ഓപ്ഷൻ അത് കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ സൈസ് ഓഫ് ആൻ ആറ്റം ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ജനറലി ഡിക്രീസ് അലോങ് എ പീരീഡ്? അല്ലെ, എലോങ് എ പീരീഡിൽ ഏത് പ്രോപ്പർട്ടിയാണ് ഡിക്രീസ് ചെയ്യുക എന്നാണ് ചോദിച്ചേക്കാം. ഓപ്ഷൻ എ അറ്റോമിക് സൈസ്, ഓപ്ഷൻ ബി നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഓപ്ഷൻ സി അയണൈസേഷൻ എൻതാൽപ്പി, ഓപ്ഷൻ ഡി അറ്റോമിക് വോളിയം. തന്നിരിക്കുന്നതിനകത്ത് എലോങ് എ പീരീഡ് അല്ലെ, എലോങ് എ പീരീഡിൽ ഡിക്രീസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചേക്കാം. ആൻസർ ഏതാണ്? ഏതാണ്? ഓപ്ഷൻ എ അറ്റോമിക് സൈസ് ആണ്. അല്ലെ, ഒരു പീരിയോഡിക് ടേബിളിൽ നമ്മൾ പീരീഡ് എടുക്കുവാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെ, ലെഫ്റ്റ് ടു റൈറ്റ് എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ് എന്താണ്? ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുകയാണ്? ഡിക്രീസ് ചെയ്യുകയാണ്. സ്മോൾ സൈസ് ആയിരിക്കും അല്ലെ. അങ്ങോട്ട് പോകുന്തോറും എന്തായിരിക്കും? ആറ്റത്തിന് സ്മോൾ സൈസ് ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ ടെൻഡൻസി ടുവേർഡ്സ് കോംപ്ലക്സ് ഫോർമേഷൻ ഈസ് മാക്സിമം. അല്ലെ, താഴെ തന്നിരിക്കുന്നതിനകത്ത് കോംപ്ലക്സ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുന്നത് ഏത് ബ്ലോക്ക് എലമെന്റ്സ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡി ബ്ലോക്ക് എലമെന്റ്സ്, ഓപ്ഷൻ ബി എസ് ബ്ലോക്ക് എലമെന്റ്സ്, ഓപ്ഷൻ സി പി ബ്ലോക്ക് എലമെന്റ്സ്, ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അല്ലെ, ഏതാണ് കോംപ്ലക്സ് ഫോർമേഷൻ മാക്സിമം നടക്കുന്നത്? ഏത് ബ്ലോക്ക് എലമെന്റ്സ് ആണ്? ഏതാണ്? ഓപ്ഷൻ എ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് കേട്ടോ. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ പ്രോപ്പർട്ടി വിച്ച് റെഗുലർലി ഇൻക്രീസ് ഡൗൺ ദ ഗ്രൂപ്പ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. അല്ലെ, ഏത് പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യുക? ഡൗൺ ദ ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്യുക. അല്ലെ, ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഇതാണ്, അറ്റോമിക് റേഡിയസ്,
ഓപ്ഷൻ ബി അയണൈസേഷൻ എൻതാൽപ്പി, ഓപ്ഷൻ സി ഇലക്ട്രോനെഗറ്റിവിറ്റി, ദെൻ ഓപ്ഷൻ ഡി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഏതായിരിക്കും? ഡൗൺ ദ ഗ്രൂപ്പ് ആണ് അല്ലെ. പീരിയോഡിക് ടേബിളിൽ ഡൗൺ ദ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുകയാണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുകയാണ്? കൂടി വരികയാണ്. ലെഫ്റ്റ് ടു റൈറ്റ് പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ആറ്റത്തിന്റെ സൈസ് എന്തായിരിക്കും? കുറവായിരിക്കും. ആറ്റത്തിന്റെ സൈസ് പീരീഡിലാണെങ്കിൽ കുറയുകയും ചെയ്യുന്നുണ്ട്. ഡൗൺ ദ ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? 50 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണ്. ഈ 15 ക്വസ്റ്റ്യൻസും മുൻവർഷങ്ങളിൽ ആർമി ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, ടൈം വേസ്റ്റ് ചെയ്യരുത്. വളരെ കുറച്ച് ടൈം മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഇനി ഉള്ളത്. മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുക. അടുത്തൊരു വീഡിയോ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ദെൻ ബൈ.